മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹയുടെ പരിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 22-ാമത്തെ വാക്യം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 18:22. അത് കേട്ട് ഈശോ പറഞ്ഞു, ഇനി നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, കാലം പോയ പോക്ക് നമുക്കെല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കല്ലുപോലെ എന്നു പറയും, അത് പോയാൽ അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വേദനയാണ്. ഒരു പെൻസിൽ പോയാൽ അയ്യോ വലിയൊരു നഷ്ടമായി മാറിയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കുട നഷ്ടപ്പെട്ടു. ഈ കുട നഷ്ടപ്പെട്ടല്ലോ എന്ന വേദനയോടുകൂടി സാറ് ഈ കുട്ടിയുടെ പേരന്റിനോട് പറയുകയാണ്, അച്ഛൻ്റെ കുട ഇവിടെ മറന്നുപോയി, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൻ പിറ്റേ ദിവസം വേറെ കുടയുമായിട്ടാണ് വന്നത്. അപ്പന്റെ മറുപടി ഇതായിരുന്നു, അവൻ ഒന്ന് മറന്നാലെന്താ, ഞാൻ ഇഷ്ടം പോലെ മേടിച്ചു കൊടുക്കും, എന്റെ പൈസ ഇട്ടതേ, നിങ്ങൾ അതേപ്പറ്റി ഒന്നും വിഷമിക്കണ്ട എന്നായിരുന്നു അപ്പന്റെ മറുപടി. പ്രിയമുള്ളവരെ, കാലം പോയ പോക്ക് എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞുങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ അവയെ പങ്കുവെപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ദൈവത്തിനുതകുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. അതാണ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കുറവ് അനുഭവപ്പെടുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് കൊടുക്കാനുള്ളൊരു മനോഭാവത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നെങ്കിൽ അവര് സമ്പത്തിനോട് വിശ്വസ്ത പുലർത്തും. അല്ല, നിനക്കാണെല്ലാം, നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ ചെയ്തു തരും എന്ന മട്ടിലല്ല കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ആ പങ്കുവെപ്പിന്റെ സൗന്ദര്യം, പഠനം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തവരെ ദൈവത്തിൽ വളർത്തുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.